ഹലോ സുഹൃത്തുക്കളെ, ഞാനൊരു രസകരമായിട്ടുള്ളൊരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ഊബറുമായിട്ടുള്ള കാര്യമല്ല, വേറെ നമ്മളൊരുപാട് ഫേക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഫ്രോഡ് ലോൺ ആപ്ലിക്കേഷൻസ്, ഫേക്ക് ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയതായും ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് വീഡിയോയിലും കേട്ടിട്ടും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അത്തരത്തിലൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിലൊരു പരസ്യമായിട്ട് വന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ലോൺ ആപ്ലിക്കേഷൻ, നിം ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. 4.something സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാനത് മാത്രം നോക്കി, റിവ്യൂ കാര്യങ്ങളും നോക്കാണ്ട് ഡൗൺലോഡ് ചെയ്തു. എന്തിനായാലും ഡൗൺലോഡ് ചെയ്തു, ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, മൊബൈൽ നമ്പർ, നോർമൽ മൊബൈൽ നമ്പർ ചോദിച്ചു, അത് കൊടുത്തു. OTP വന്നു, OTP കൊടുത്തു. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തതാണ്. അതിൽ നിങ്ങൾക്ക് കാണാം യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് 9500 കാണിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്തു, ഫോൺ നമ്പർ കൊടുത്തു, നമ്മുടെ ഒരു സെൽഫി ചോദിക്കും, അത് കൊടുത്തു, ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് 3 നമ്പർ, നമ്മൾ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു 3 നമ്പർ ചോദിക്കും. അത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല, അത് നമ്മുടെ ഫോണിൽ നിന്ന്, കോണ്ടാക്റ്റിൽ നിന്ന് ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതി. അപ്പം ഞാനവിടെ ഫാദർ, ബ്രദർ അങ്ങനെയൊക്കെ കാണാം. അപ്പം 3 നമ്പർ കൊടുക്കാനുണ്ടാവും. ആ 3 നമ്പറിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കൊടുത്തത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ നമ്പറുകളായിരുന്നു. അപ്പോഴൊന്നും എനിക്കിത് ഫേക്ക് ആപ്ലിക്കേഷൻ ഒന്നും അറിയില്ല, എന്നാലും ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. ഇപ്പം നമ്മൾ ഒരുപാട് കേട്ടറിവും കണ്ടറിവും ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കുറേ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതുമുണ്ട്. എന്തായാലും ഇതെല്ലാം കൊടുത്ത് അവസാനം അക്കൗണ്ട് നമ്പറും കൊടുത്തു. അവിടെ ഓപ്ഷൻ വന്നപ്പോൾ അതും കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴേക്കും പ്രോസസ്സിങ് എന്തോ കാണിച്ചു. നിമിഷങ്ങൾ കൊണ്ട് കുറച്ച് ഫണ്ട് അക്കൗണ്ടിൽ കയറി. അപ്പോൾ ഞാൻ എന്താ സംഭവം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, എത്ര നമുക്ക് ഫണ്ട് കിട്ടും, എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം കൊടുത്തത്. നമ്മൾ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് അതിൻ്റെ KYC കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. എന്നിട്ടൊക്കെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ടൊക്കെ കിട്ടുള്ളൂ. ഇത് ഡയറക്റ്റ് ഒരു 2-3 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ പോലും അറിയാതെ ഫണ്ട് കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫേക്ക് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. ഞാൻ എന്താക്കി, ഓക്കെ, അപ്പം മനസ്സിലുറപ്പിച്ചു ഇതിനി ഫണ്ട് തിരിച്ച് കൊടുക്കൂല എന്നുള്ളത്, അടക്കില്ല എന്നുള്ളത്. കാരണം ഫണ്ട് കയറിയത് ചെറിയ എമൗണ്ടാണ്. നമുക്ക് ഇതിൽ അടക്കാൻ കാണിക്കുന്നത് 9500 ആണ്. പക്ഷെ നമുക്ക് ഫണ്ട് കയറിയത് 5000 സംതിങ് എന്തോ ആണ്, 5700 600 എന്താണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. അപ്പം ഞാനത് തിരിച്ചടക്കില്ല എന്ന് എന്തായാലും ഉറപ്പിച്ചു. അതും 7 ദിവസത്തിനുള്ളിൽ, 7 ഡേയ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയും. 7 ഡേയ്സ് ആപ്ലിക്കേഷൻസ് എല്ലാം ഫേക്കാണ്. 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കാൻ 9500 കാണിച്ചു. നമുക്ക് കിട്ടിയത് 5000 സംതിങ്. ഇതുപോലെ ആയിരുന്നു ആപ്ലിക്കേഷനകത്ത് കാണിച്ചത്. ക്യാഷ് കയറിയതിനു ശേഷം 2 രീതിയിലായിട്ട് ഫണ്ട് കയറിയിട്ടുണ്ട്. ഒന്നിൽ ഇത് നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ടാണ്, ഒന്നിൽ 5500, ഒന്നിൽ 4000. നമുക്കിതിൽ കയറിയത് 3000 സംതിങ്ങും, ഒന്ന് 2000 സംതിങ്ങും. അങ്ങനെ 5000 സംതിങ് ആണ് ടോട്ടൽ കയറിയത്.
എന്തെന്നാലും ഇതിപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞു, അവർ 7 ദിവസം കഴിഞ്ഞപ്പോൾ 9ാമത്തെ ദിവസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ കാണിക്കുന്നത്, ഓവർ ഡു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെന്നാലും ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, കിട്ടിയത് കിട്ടി. ഇവന്മാർ ഒരുപാട് ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടല്ലോ, ഇതിനൊരു പണി നമ്മൾ കൊടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തു. വരുന്നത് വെച്ച് കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്തു. 6ാമത്തെ ദിവസം ഇതുപോലെ മെസ്സേജ് വരാൻ തുടങ്ങി. അതും ഇന്ത്യൻ നമ്പറല്ല, +92 പാകിസ്ഥാൻ നമ്പർ. ഇതൊക്കെ ഫേക്ക് നമ്പേഴ്സ് ആയിരിക്കും. ഫേക്ക് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മെസ്സേജ് വരുന്നത്. ഇങ്ങനെ ലോണ് ആപ്ലിക്കേഷനിൽ നിന്നാണ്, തിരിച്ചടക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ലിങ്കും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ്റെ. എന്തെന്നായാലും നമ്മൾ തിരിച്ച് ഫസ്റ്റ് മറുപടിയെ കൊടുത്തത് ഏത് ലോണ് എന്ന് ഒറ്റ ചോദ്യം. അപ്പം നിം ക്രെഡിറ്റ് ആണെന്ന് അതിന് മറുപടി. അങ്ങനെ കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അവർ എന്താണോ മറുപടി ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ ഓവർകം ചെയ്തിട്ട് അതിൻ്റെ മേലേക്കുള്ളൊരു മറുപടിയാണ് നമ്മൾ, അതായത് ഫുൾ റോങ് ആയിട്ടുള്ള മറുപടി ആയിരുന്നു ഞാൻ കൊടുത്തത്. ഇതാരാണ്, എൻ്റെ ID കാർഡൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ്, എനിക്കറിയില്ല. നിങ്ങൾ ലോൺ എടുത്ത ആളുകളോട് പോയി ചോദിക്കുക, എനിക്കറിയില്ല, ഞാനങ്ങനെ ലോൺ എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. പിന്നെ വേറെ നമ്പറിൽ നിന്ന് വീണ്ടും മെസ്സേജ് വന്നു. അങ്ങനെ ഒരു 2 ദിവസം 4 നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 4 നമ്പറും നമ്മുടെ ഇന്ത്യൻ നമ്പറല്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം, ഇന്ത്യൻ നമ്പറേ അല്ല ഇത്. +63 +977 +92 ഇൻ്റർനാഷണൽ നമ്പറുകളിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. കോളുകൾ ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രൂ കോളർ വഴി സ്പാം കോൾസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കോളുകൾ വരും. പക്ഷേ ഇതെടുത്തവരൊക്കെ അനുഭവം പറഞ്ഞിട്ടുള്ളത് കോളുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ട്രൂ കോളർ വഴി സ്പാം കോൾസൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊരു കോളും വരില്ല. സേവ് ചെയ്ത നമ്പറിൽ നിന്ന് അല്ലാണ്ട് ഒരു കോളും വരില്ല. ഇത് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 3 നമ്പർ കൊടുക്കേണ്ടതുണ്ടല്ലോ. ആ 3 നമ്പർ എൻ്റെ സുഹൃത്തുക്കളുടെ നമ്പറാണ് കൊടുത്തത്. അപ്പോൾ അവരുടെ നമ്പർ എനിക്ക് വിട്ടുതന്നിട്ട് ഇതിലേക്ക് മെസ്സേജ് അയക്കും. ഇതിലേക്ക് ഒരു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് വിട്ട്, ഒരു കാർട്ടൂൺ പിക്ചർ പോലത്തെ. അമ്മമാർക്ക് എഡിറ്റ് ചെയ്യാനും അറിയില്ല എന്ന് മനസ്സിലായി. അത് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ മറുപടി കൊടുത്തു. ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാണ്ടിരിക്കുക, എനിക്കറിയില്ല ഇതാരുടെ ഫോട്ടോ ആണ്. വീണ്ടും ഞാൻ ചോദിച്ചു. ഇവന്മാർക്ക് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിലാണ് സംസാരിച്ചത്. എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം, അതായത് അവന്മാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിച്ചു. നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അവർ എന്താണ് പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞതെന്ന്. എന്തെന്നായാലും സംഭവം ഒരു പിടിയും അവർക്ക് കൊടുക്കാണ്ട് അങ്ങ് സംസാരിച്ച്. അങ്ങനെ 2 ദിവസം പല നമ്പറുകളിൽ നിന്നായിട്ട് കോളുകൾ വന്നു. എൻ്റെ ID കാർഡും കാര്യങ്ങളൊക്കെ എല്ലാവരും അയച്ചു തരുന്നുണ്ട്. ഇതെൻ്റെ സുഹൃത്തിന് പോയ മെസ്സേജാണ്. അപ്പോൾ അവൻ ചോദിച്ചു ഇതാരാ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് വരും, അപ്പോൾ കോൾ വരും, അപ്പോൾ ആ രീതിയിൽ മറുപടി കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അവരും അതേപോലെയാണ് മറുപടി കൊടുത്തത്, ആരാ എനിക്കറിയില്ല എന്നൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ആർക്ക് മെസ്സേജ് അയച്ചിട്ടും ഒരു ഐഡിയയും കിട്ടാത്ത ഒരവസ്ഥയിലെത്തി. ഇതിപ്പോൾ ആർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആർക്ക് വിളിക്കും? മെസ്സേജ് അയക്കുന്നവരെല്ലാം ഈ എടുത്തവനും അല്ലാത്തവനും എല്ലാം ഒരേ മറുപടിയാണ് തരുന്നത്, ആരാ എനിക്കറിയില്ല. ഇത് അവരെ എന്താ പറയുക, ട്രാപ്പിൽ പെടുത്തിയ പോലെ ആയി ഈ ഒരു കഥ. എന്തെന്നായാലും 2 ദിവസം ഇതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം എന്നോട് ഇത് പ്രൂവ് ചെയ്യാൻ, ഇതിൽ നോക്കി കാണാം, നിങ്ങൾ ലോൺ എടുത്തിട്ടില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ, അത് ലിങ്ക് അയച്ചു തന്നിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ സ്ക്രീൻഷോട്ടോ അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കണ്ണി കണ്ട ഫേക്ക് ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അറിയാത്ത കാര്യം ഇനി മേലിൽ എനിക്ക് മെസ്സേജ് അയക്കരുത്, അടിവേര് ഞാൻ ഇറക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെസ്സേജ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് പോയ മെസ്സേജാണ്. അതിനവന് നല്ല തക്കതായ മറുപടി എന്താ പറയുക കൊടുത്ത് ഓടിച്ച്.
ഓടി. പിന്നെ അവനക്ക് മെസ്സേജ് പോയിട്ടില്ല. ഇതാണ് അവരുടെ അവസ്ഥ. അവർക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലോൺ ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇതുപോലെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്, അതല്ലാണ്ട് ഇതുപോലെ ഫേക്ക് ആപ്ലിക്കേഷനിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരാകെ ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ഒരു 4 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും, 3 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും. അത് നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളുടെ നമ്പറാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ ആ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ടാൽ മതി, ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു ഫേക്ക് ടീംസാണ്, അപ്പോൾ അത് ചിലപ്പോൾ മെസ്സേജ് വരും, അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ കാണിക്കുന്നത് ഇതിപ്പോൾ ഓവർഡ്യൂ എന്നൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ 9 ദിവസം 10 ദിവസം എന്തോ ആയി. ഞാനിതുവരെ അത് അടച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ 2 ദിവസം മെസ്സേജ് അയച്ചു. അതിന് തക്കതായ മറുപടി ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൊടുത്തപ്പോൾ അവരങ്ങ് നിർത്തിപ്പോയി. വേറെ പിന്നെ അതിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വന്നിട്ടില്ല. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഫേക്ക് ആപ്ലിക്കേഷനിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചില ആളുകൾ പെട്ടെന്ന് പേടിച്ച് എന്ത് ചെയ്യും, ഈ ഒരു ഫോട്ടോ അങ്ങ് വരുമ്പോഴേക്കോ അവരുടെ കയ്യിൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടില്ലോ, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കാശ് അയച്ചു കൊടുക്കും. കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ തലയിൽ കയറും. അതാണ് ഉണ്ടാവുക. ഒരു പ്രാവശ്യം ഓക്കെ എന്ന് പറഞ്ഞാൽ, ഞാനിത് ആദ്യം മുതലേ അത് അവോയ്ഡ് ചെയ്തു, റോങ് ആയിട്ടുള്ള മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർ 2 ദിവസം കൊണ്ട് നിർത്തിപ്പോയി. ചില ആളുകൾ കുടുങ്ങിപ്പോകുന്നത് പേടിച്ചിട്ട് എന്താവും എന്നുള്ള രീതിയിൽ അങ്ങ് കാശ് അയക്കാം എന്ന് പറയും, ഒരു ഡബിൾ എമൗണ്ട് ആക്കി അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്താൽ വീണ്ടും പല നമ്പറുകളിൽ നിന്നായിട്ട് വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെ ഭീഷണി വന്നിട്ടായിരിക്കും, അപ്പോഴും അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് കുറേ ആളുകൾക്ക് ഫണ്ട് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവർ എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും 1 രൂപ പോലും തിരിച്ച് കൊടുക്കേണ്ടതില്ല. ഇത് ഫേക്കാണ്. ഇവർക്ക് നിയമപരമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല, ആകെ ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണിക്ക് നമ്മൾ വഴങ്ങാണ്ടിരുന്ന അവർക്ക് വേറെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരനക്ക് ഒരു അനുഭവം ഉണ്ടായി. ലോൺ എടുത്തു. അവനന്ന് ഈ അടുത്ത് പരിചയപ്പെട്ട കൂട്ടുകാരനാണ്. ലോൺ എടുത്തു. ഇതുപോലെ ഭീഷണിയും കാര്യങ്ങൾ വന്നു. അവൻ പേടിച്ചു, കഷ്ടപ്പെട്ട് തിരിച്ചടച്ചതിന് ശേഷം, അതും തിരിച്ചടവ് വരിക ഏതെങ്കിലും UPI വ്യക്തിപരമായിട്ടുള്ള UPI IDയിലേക്കൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് തിരിച്ചടവൊക്കെ വരികയെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇവൻ തിരിച്ചടച്ചതിന് ശേഷം ഇവനെ വീണ്ടും ഭീഷണിപ്പെടുത്താം. എന്താ, ഇനിയും ലോൺ എടുക്കണം, എന്താ ഈ ലോൺ എമൗണ്ടിൻ്റെ ഡബിൾ എമൗണ്ടാണ് തിരിച്ചടക്കേണ്ടത് വീണ്ടും 7 ദിവസത്തിനുള്ളിൽ. ഇനിയും ലോൺ എടുക്കണം, എടുത്തില്ലെങ്കിൽ ഈ ഫോട്ടോ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കോണ്ടാക്റ്റിലേക്ക് അയച്ചു കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, എടുത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും 1 രൂപയും തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവരെന്താണോ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് അതിന് റോങ് ആയിട്ട് മറുപടി കൊടുത്ത് അങ്ങ് തള്ളിക്കളയണം. അവർക്ക് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അടക്കാൻ തയ്യാറായി നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും, അവർ വീണ്ടും തലയിൽ കയറും. അപ്പോൾ ഞാൻ ചെയ്തത്, ലോൺ എടുത്ത് ആ എമൗണ്ട് ഇതിൽ കയറി ഫേക്ക് ആപ്പ് എന്ന് കണ്ട് മനസ്സിലാക്കിയത് ഉടനെ 10-15 മിനിറ്റിനുള്ളിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്തു. എന്നിട്ട് ആപ്പ് ഇൻഫോ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോറേജിൽ പോയി ഫുൾ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കളഞ്ഞു. ഫുൾ സ്റ്റോറേജ് ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കി. അപ്പം അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്നുള്ള എന്തെങ്കിലും ഇനി ആക്സസോ കാര്യങ്ങളോ പെർമിഷനോ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്നോളും, അതെല്ലാം അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ അവർക്കൊന്നും കിട്ടില്ല. എന്നോട് അവർ അവസാനം പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ. അതായത് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്താൽ, നമ്മൾ നോർമലി ഫോണിൽ ലോഗിൻ ചെയ്താൽ ഒരു പക്ഷേ ഇനി നമ്മുടെ കോൺടാക്റ്റോ മറ്റോ ആക്സസ് കിട്ടുമോ എന്നെനിക്കറിയില്ല. ഇനി അതിനായിരിക്കാം എന്ന് എനിക്കറിയില്ല, ഞാൻ ഡൗട്ട് പറഞ്ഞതാണ്. ഇനി അടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഫണ്ട് കയറി ഉടനെ, അല്ലെങ്കിൽ എപ്പോഴാണോ ഇത് അറിയുന്നത് നേരെ ആപ്ലിക്കേഷൻ
ലോങ് പ്രസ് ചെയ്യുക, സ്റ്റോറേജ് ആപ്പ് ഇൻഫോയിൽ പോവുക, സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ മെസ്സേജ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ റോങ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങ് അവരെന്താണോ വരുന്നത് അതിനുള്ള റോങ് ആയിട്ടുള്ള രീതിയിൽ, ഇപ്പം ആദ്യം മുതലേ അവർക്ക് വഴങ്ങാത്ത രീതിയിൽ, അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് അങ്ങ് വിട്ടാൽ മതി. എന്തെന്നായാലും ഇതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഞാനും കൂട്ടുകാരും ഒരുപാട് ചിരിച്ചു. കാരണം ഇവർ ഭൂലോക ഫ്രോഡുകളാണ്. മറ്റുള്ളവനെ പറ്റിച്ച്, മറ്റുള്ളവനെ ഭീഷണിപ്പെടുത്തി ഫണ്ട് വാങ്ങുന്നവന്മാരെ നമ്മൾ പറ്റിച്ചല്ലോ എന്നുള്ളൊരു ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. എന്തായാലും ഇതുപോലെ ആരെങ്കിലും എടുത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒരു ശതമാനം പോലും അവരെ, ഒരു രൂപ പോലും തിരിച്ചടക്കേണ്ടതുമില്ല. ഒപ്പം ഓക്കെ.